എട്ടാം ശമ്പള കമ്മീഷന്റെ ശമ്പള പരിഷ്കരണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർന്നാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും. 3-ന് മുകളിലുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ വരെ ചർച്ചയിലുണ്ടെങ്കിലും കമ്മീഷന്റെ ശുപാർശകളും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ ഓരോ നീക്കങ്ങളും കാത്തിരിക്കുന്നത്. പെൻഷൻ, ശമ്പളം, വിവിധ അലവൻസുകൾ എന്നിവ പുനഃപരിശോധിക്കുന്നതിനുള്ള ഈ കമ്മീഷന്റെ ശുപാർശകൾ 2027 മെയ് മാസത്തോടെ സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഓരോ 10 വർഷത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരിക്കാറുള്ളത്. നിലവിൽ 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകളാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതോടെ തന്നെ അടിസ്ഥാന ശമ്പളം, പെൻഷൻ, മറ്റ് അലവൻസുകൾ എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ശമ്പള പരിഷ്കരണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഫിറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ്. നിലവിലെ അടിസ്ഥാന ശമ്പളം പുതുക്കി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ജീവനക്കാരുടെ ശമ്പള വർധനയുടെ തോത് നിർണ്ണയിക്കുന്ന പ്രധാന മാനദണ്ഡം. എങ്കിലും ഫിറ്റ്മെന്റ് ഫാക്ടറിന്റെ അന്തിമ നിരക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 2.6 മുതൽ 3-ന് മുകളിലുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ വരെ ചർച്ചയിലുണ്ട്. എങ്കിലും കമ്മീഷന്റെ ശുപാർശകളും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും അനുസരിച്ച് തന്നെയായിരിക്കും അന്തിമമായൊരു തീരുമാനമുണ്ടാകുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർന്നാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ ഗണ്യമായ വർധന തന്നെ ഉണ്ടാകും. അതേസമയം സോഷ്യൽ മീഡിയയിലും വിവിധ അനൌദ്യോഗിക റിപ്പോർട്ടുകളിലുമൊക്കെ പ്രചരിക്കുന്ന ശമ്പള വർധന കണക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല. ശമ്പള വർധനയ്ക്ക് പുറമെ പെൻഷൻകാർക്കും 8ാം ശമ്പള കമ്മീഷൻ നിർണായകം തന്നെയാണ്. പുതിയ ശമ്പള ഘടനയുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുക പുനർനിർണ്ണയിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ വിരമിച്ച ജീവനക്കാർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 8ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി സംബന്ധിച്ചും അന്തിമ തീരുമാനമായിട്ടില്ല. എങ്കിലും മുൻ ശമ്പള കമ്മീഷനുകളുടെ മാതൃക പരിഗണിക്കുമ്പോൾ 2026 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജീവനക്കാർക്ക് കുടിശ്ശിക ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടറിനോടൊപ്പം തന്നെ പണപ്പെരുപ്പം, ജീവിത ചെലവ്, നിലവിലെ ശമ്പള ഘടനയിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും ശമ്പള പരിഷ്കരണത്തിൽ പരിഗണിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.